അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ബസ് സ്റ്റാൻഡിൽ ബസ് തൊഴിലാളികളും വ്യാപാരികളും തമ്മിലുള്ള തർക്കത്തിൽ CPIM ഭരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രൈവറ്റ് ബസ് തൊഴിലാളി CITU യൂണിയൻ രംഗത്ത്. സംഭവത്തിൽ ചില വ്യാപാരികളുടെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്ത് ബസ് തൊഴിലാളികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU നേതാക്കളായ KS ഷാനവാസ്, K സുരേഷ് എന്നിവർ ചേലക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില പ്രാദേശിക വിഷയങ്ങളുണ്ട്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളുണ്ട്. വ്യാപാരി സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആയിട്ടോ ഒരു തർക്കത്തിനും നമുക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്ത ആളുകളിലെ എല്ലാ വണ്ടികളും വൈകുന്നേരം വരെ പാർക്ക് ചെയ്യണം എന്നുള്ളൊരു നിലപാട് ഉടമസ്ഥന്മാർ സ്വീകരിക്കുന്നതിൽ തൊഴിലാളികൾക്കും ഉടമസ്ഥന്മാർക്കും ലേലം ചെയ്ത ആളുകൾക്കും അതിന് അസൗകര്യമുണ്ട്, അതൃപ്തിയുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റീനെ നമ്മൾ അറിയിച്ചതാണ്. അത് മാത്രമല്ല, ലേലം കൊള്ളുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് എഗ്രിമെൻറ്റിൽ പറയണം, പഞ്ചായത്തിൽ 57ഓളം കട റൂമുകളുണ്ട്. ഈ 57ഓളം കട റൂമുകൾ മുഴുവൻ തന്നെ എല്ലാ ഉടമസ്ഥന്മാരും വണ്ടികൾ, എനിക്കടക്കം വണ്ടിയുണ്ട്, അവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾക്ക് എങ്ങനെ സഞ്ചാരയോഗ്യമാവും? വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിലുള്ള തർക്കം ചേലക്കര ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്തുന്ന ഭാഗത്താണ്. ഷൊർണൂർ വണ്ടികൾ അവിടെ നിർത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. ഷൊർണൂർ ഭാഗത്തു നിന്ന് പോകുന്ന വണ്ടികൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാലത്ത് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കൂടുമ്പോഴാണ് വണ്ടികൾ പോണത്. ഈ 20 മിനിറ്റ് പോകുമ്പോഴുള്ള ഷൊർണൂർ വണ്ടികളിൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും കയറാൻ വേണ്ടിയിട്ട് മറ്റു സൗകര്യങ്ങളില്ല. അപ്പം നമ്മളവിടെ ട്രാക്ക് വരച്ച് വളരെ വൃത്യമായ രീതിയിൽ ആ വിദ്യാർത്ഥികൾക്കും ബസ്സുകൾക്കും പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് പറ്റില്ല എന്ന് അവിടെ ചുരുക്കം ചില വ്യവസായികളുടെ നിർബന്ധ ബുദ്ധിപ്രകാരം ഈ ഓർഡർ എന്താണെന്നറിയില്ല, ഞാനിത് ഇപ്പം കാണിച്ചു തരാം. ഈ ഓർഡർ പ്രകാരം, വിവരാവകാശ പ്രകാരം കൊടുത്തത് ഇത് പോലീസിനോ അധികാരികൾക്കോ ഇതിൻ്റെ ബൈക്കോപ്പി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റിക്ക് സമർപ്പിച്ചേക്കാണ്. ഇത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് കാണണം. ലേലം ചെയ്ത ആളെ കാണിക്കണം. അവിടെ ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയൻ ഉണ്ട്, ബന്ധപ്പെട്ട അസോസിയേഷൻ ഉണ്ട്, 2 രജിസ്ട്രേഡ് അസോസിയേഷൻ ഉണ്ട്. അവരെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെയാണ് അവിടെ ബസ്സുകൾ ഇവിടെ നിർത്താൻ പാടില്ല, ഞങ്ങളിങ്ങനെ ഇത്ര കൊല്ലത്തിന് ഇവിടെ എടുത്താക്കണത്. ഏതെങ്കിലും ഒരു ഉടമസ്ഥനോ ഏതെങ്കിലും ഒരു വ്യാപാരിയോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും രേഖാമൂല ബൈക്കോപ്പി ഇതിൽ കാണാണ്ടോ? ബൈക്കോപ്പി വിവരാവകാശപ്രകാരം കൊടുത്തല്ലേ, ഇതിൽ ബൈക്കോപ്പി ഉണ്ടോ? വ്യാപാരികൾക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉടമസ്ഥന്മാർക്ക് തന്നിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ബസ്സുകൾ അവിടെ തന്നെ നിർത്തി അതുപോലെ തന്നെ സർവീസ് നടത്തും. ഇനി അഥവാ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാപാരി സുഹൃത്തുക്കളോ സഹകരിക്കാത്ത പക്ഷം ഞങ്ങൾ ബസ് പുറത്തു കൂടെ പൊക്കോളാം. ഒരു കുഴപ്പമില്ല, ബസ് സ്റ്റാൻഡ് ഫീസും കൊടുക്കണ്ട, ഒന്നും വേണ്ട, തൊഴിലാളികൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ പാർക്കിങ്ങില്ല, പമ്പിൻ്റെ മുന്നിലോ വഴിയിലോ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞങ്ങൾ അത് തുടരാനാണ് ഞങ്ങളുടെ ആലോചന എന്ന് മാത്രമല്ല തീരുമാനം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതായത് വ്യാപാരികൾ എന്ന് പറയാൻ, വ്യാപാരികൾക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബിൽഡിങ്ങിന് അവിടേക്ക് വഴിയുണ്ടോ? ന്യായമായ ആവശ്യമല്ലല്ലോ. അങ്ങനെയാണെന്നേ എഗ്രിമെന്റിൽ കൊടുക്കണ്ടേ? അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ലേലം ചെയ്യുമ്പോൾ ബസ്സുകൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുമ്പോൾ ബസ് സ്റ്റാൻഡിന് ബസ്സിലത്തെ അല്ലെങ്കിൽ വണ്ടികൾക്ക് ഉടമസ്ഥന്മാർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി അനുവദനീയമാണ്. അത് എഴുതി കൊടുക്കണം. ബസ് സ്റ്റാൻഡിലെ പടിഞ്ഞാറ് വശത്തുള്ള ബിൽഡിങ്ങിന് പാർക്കിംഗ് ഉണ്ടോ? ഇവിടെ സ്വകാര്യ ബിൽഡിംഗ് അല്ലേ, അവിടേക്ക് എങ്ങനെ വഴി? അവിടേക്ക് വഴിയുണ്ടോ? ബസ് സ്റ്റാൻഡിലെ പടിഞ്ഞാറ് വശത്തെ ബിൽഡിങ്ങിന് ചേലക്കര ബസ് സ്റ്റാൻഡിലേക്ക് വഴിയുണ്ടോ? ഉത്തരം പറയേണ്ടത് ഉടമസ്ഥൻ മാത്രമല്ല, പഞ്ചായത്ത് കൂടിയാ. പഞ്ചായത്ത് മാത്രമല്ല, പഞ്ചായത്ത് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുമ്പോൾ വിവരാവകാശ പ്രകാരം ഏതൊരു ഉടമസ്ഥൻ കൊടുത്താണ്.
ഈ വിവരാവകാശ പ്രകാരം ഏതൊരു ഉടമസ്ഥൻ കൊടുക്കുമ്പോൾ ഇത് ലേലം ചെയ്ത് കൊടുക്കുന്ന ആളുകളോട് എഗ്രിമെൻറ്റിൽ പറയേണ്ട ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ഇന്ന ഉടമസ്ഥന്മാർ ഇന്ന ആളുകൾ അവർക്ക് വാഹനങ്ങൾ നിർത്താനുള്ള ഒരു സൗകര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതല്ലേ എൻ്റെ മര്യാദ. എന്താ സംശയം? പഞ്ചായത്ത് അതിൻ്റെ വ്യവസ്ഥ കൊടുക്കണ്ടേ? പടിഞ്ഞാറ് ഭാഗത്ത് വാഹനങ്ങൾ നിർത്താൻ വേണ്ടി തൊഴിലാളികളും ഉടമസ്ഥന്മാരും എല്ലാവരും കൂടി തീരുമാനിച്ചാൽ അത് പ്രകാരം അവിടെ നിർത്തുന്ന വേണ്ടി. ഇന്ന് അങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചർച്ചയിൽ നിങ്ങളൊന്ന് പങ്കെടുക്കണം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സെങ്കിലും പഞ്ചായത്ത് കാണിക്കണ്ടേ? എന്തുകൊണ്ട് പഞ്ചായത്ത് കാണിച്ചില്ല? ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുമ്പോൾ വിവരാവകാശ പ്രകാരം അവൻ കൊടുത്തു, അങ്ങനെ നമ്മളോട് ചോദിക്കണ്ടേ? ഇങ്ങനെയാണ് കാര്യം. മാപ്പ് വരച്ചത് തൊഴിലാളി യൂണിയനാ. അതെന്താ തെറ്റ്? പഞ്ചായത്ത് ട്രാക്ക് വിരിക്കാമെന്നും മറ്റേ ദിശാ ബോർഡുകൾ വയ്ക്കാമെന്നും കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് 2 മാസമായി. പഞ്ചായത്ത് തീരുമാനിക്കാത്തതും ചെയ്യും. നമുക്ക് വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ബസ്സുകളും പോകാൻ വേണ്ടി ദിശാ ബോർഡുകളും കാര്യങ്ങളും നമ്മൾ വെക്കേണ്ടി വന്നു. ഒരു നിവൃത്തിയില്ല. അല്ലാണ്ട് യാത്രക്കാരെ അവിടെ നിർത്താൻ പറ്റുമോ? പഞ്ചായത്ത് വയ്ക്കാത്തത് പഞ്ചായത്തിൻ്റെ കുഴപ്പമാണ്. ദിശാ ബോർഡുകളോ മറ്റുള്ള ബോർഡുകളോ വണ്ടികൾ നിർത്തുന്ന സ്ഥലത്തെക്കുറിച്ചൊരു ധാരണ പഞ്ചായത്ത് കമ്മിറ്റിയിലോ സബ് കമ്മിറ്റിയിലോ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചാണ്. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം അവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ദിശാ ബോർഡുകളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാന്ന്. അല്ല, ബസ്സുകാർ എന്ത് തെറ്റ്? ബസ്സുകൾ നിർത്തേണ്ട സ്ഥലത്ത് തൊഴിലാളികൾക്ക് നമുക്ക് നിർദ്ദേശം കൊടുക്കണ്ടേ? ഇന്ന സ്ഥലത്ത് നിർത്തുന്നത്. ഷൊർണൂർ വണ്ടികൾ, ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം, അല്ല പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്ത് പോലീസുകാർക്ക് സംഭവിച്ചാണല്ലോ. ഇവിടെ നിങ്ങൾ ഷൊർണൂർ വണ്ടികൾ നിർത്ത്, അവിടെ ഇളനാട് വണ്ടികൾ നിർത്ത്, മറ്റ് വണ്ടികൾ അവിടെ നിർത്ത്. അപ്പോൾ എല്ലാവർക്കും സൗകര്യമാകുമല്ലോ. അതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അല്ലാണ്ട് പോലീസിനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. പോലീസിന് കുറ്റം പറയാൻ പറ്റുമോ? കിഴക്ക് ഭാഗത്ത് ഇളനാട്ടിലേക്ക് പോണ വണ്ടികൾ നിർത്തുക, പടിഞ്ഞാറ് ഭാഗത്ത് ഷൊർണൂർ ഭാഗത്തേക്ക് പോണ വണ്ടികൾ നിർത്തുക. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതങ്ങനെ ഒരു ചെയ്തോ. അതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമല്ലേ. അല്ലാണ്ട് പോലീസിന് കുറ്റം പറയാൻ പറ്റുമോ? പഞ്ചായത്ത് നടപടി എടുക്കാതെ അവർ കുഴപ്പമില്ലേ? പിന്നെ ദിശാ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ അതല്ലേ സജിയേട്ടൻ ഞാൻ ചോദിക്കണത്. കിഴക്ക് ഭാഗത്ത് പോയിട്ട് നോക്കുക, ആ ബോർഡ് കണ്ടാൽ നിങ്ങൾ ചിരിക്കും. ആ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് എന്താ, ഉള്ളിലേക്ക് കയറാൻ പാടില്ല, അവിടെ ഇൻറ്റു പുറത്തേക്ക് പോവാം. ഇത്ര നാൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് റെഗുലേറ്ററിംഗ് കമ്മിറ്റി MBD മുഖാന്തരം ഞാൻ പറഞ്ഞാണ്. ഷമീർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഇത്ര ദിവസം വരേക്ക് ആ ബോർഡ് മാറ്റിയിട്ടില്ല. ആ ബോർഡ് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അപ്പോൾ ഇവരെ തെമ്മാടിത്തരം എന്നല്ല ഞാൻ പറയണത്, ശ്രദ്ധ കുറവ്, അല്ലാണ്ട് വേറെ എന്താ പറയുക. ഇന്നലെ ഞാൻ വിളിച്ചല്ലോ, എന്താണ് കാര്യം ചോദിച്ചു. ഷൊർണൂർ വണ്ടിയിൽ അവിടെ നിർത്തി നിൽക്കാൻ എന്താ കുഴപ്പം ചോദിച്ചു. അപ്പോൾ ചില കടക്കാരൻ നിർബന്ധം അത്ര, ചില കടക്കാരൻ നിർബന്ധപ്രകാരം അവനെ എഴുതി കൊടുക്കാൻ പറ്റും. അത് ബസ്സുകൾ ബസ് സ്റ്റാൻഡിലല്ലാണ്ട് വേറെ എവിടെ നിർത്തുക? കടക്കാരെ വാഹനം ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കുണ്ട് വണ്ടി, ഞാൻ ലേലം ചെയ്ത ഒരു റൂം. ആ കടക്കാരെ വാഹനം പാർക്ക് ചെയ്യാൻ അവർ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുക. 1 മണിക്കൂർ 1/2 മണിക്കൂർ വേണത്തെ നിർത്തിക്കോട്ടെ. അല്ലാണ്ട് വൈകുന്നേരം വരെ 57 കട റൂമുണ്ട്. ഈ 57 കട റൂമിലും 57 വണ്ടികൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിച്ചാൽ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. 57 കട റൂമുണ്ട്, PD റൂമുണ്ട് ചേലക്കര ബസ് സ്റ്റാൻഡിൽ. ഈ 57 കട ഉടമസ്ഥന്മാർ അവിടെ ബസ് സ്റ്റാൻഡിൽ അവരെ സ്വന്തം വാഹനം കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അതിലെന്താ അർത്ഥമുള്ളത്? അപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡ് എന്ന് പറയേണ്ട കാര്യമില്ലേ. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളത് പഞ്ചായത്തിൻ്റെ സ്വകാര്യമാണ്. അത് പറഞ്ഞ് ലേലം ചെയ്തോട്ടെ. അപ്പോൾ അതല്ലേ എൻ്റെ ശരി. തൊട്ടപ്പുറത്ത് സ്വകാര്യ ബിൽഡിങ്ങുകാരൻ ഇന്ന് പാർക്കിംഗ് ഫീസ് മേടിക്കാൻ പോയപ്പോൾ പറഞ്ഞത്ര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വണ്ടികൾ നിർത്തുന്നതിന് കാശ് മേടിക്കണ്ടാവുന്ന വ്യാപാരി വ്യവസായി സമിതി പറഞ്ഞു. എന്താ ഇതിൽ അർത്ഥമുള്ളത്? എന്താ ഇതിൽ അർത്ഥമുള്ളത്? എന്താണ് ശരിയെന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം കൂടി പറയും. അത് തുടക്കത്തിലെ എതിർക്കേണ്ടതാണ് എന്നുള്ള കാര്യം ശരി. അത് വളരെ വൈകിട്ടല്ല ചില ആളുകൾക്ക് ബോധം വരിക. കടകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രാഫിക് റെഗുലേറ്ററിംഗ് കമ്മിറ്റി വിളിച്ചപ്പോൾ ഈ വക എല്ലാ മാധ്യമങ്ങളും നടന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാക്ക് ചോദിക്കാറുന്നില്ലേ? എന്തുകൊണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് അവിടെ നിർത്തുന്നതിനുള്ള അനുമതി നിങ്ങൾ കൊടുത്തു? ബസ് സ്റ്റാൻഡല്ലേ,
ബസ് സ്റ്റാൻഡിൽ എന്തിന് സ്വകാര്യ വാഹനങ്ങൾക്ക് നിർത്താനുള്ള അനുമതി കൊടുത്തു? അതൊരു ചർച്ച വിഷയമാക്കേണ്ട കാര്യമില്ലേ? ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലുണ്ടോ അങ്ങനെ? ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുമോ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ശക്തൻ സ്റ്റാൻഡിൽ പൊക്കോ, വടക്കേ സ്റ്റാൻഡിൽ പൊക്കോ, വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ പൊക്കോ, ഏതെങ്കിലും സ്റ്റാൻഡിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനം പോയാൽ അപ്പം തന്നെ ഫൈൻ അടയ്ക്കും, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എന്തുകൂടെ ചേലക്കര സ്റ്റാൻഡിൽ മാത്രം ഈ മറ്റേ പൂച്ചയ്ക്ക് ഒന്നും പറയണില്ലേ? എന്ത് വ്യാപാര സ്ഥാപനങ്ങൾ? അല്ല, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതലുണ്ട് എന്നുള്ള കാര്യം ശരി. വ്യാപാര സ്ഥാപനങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ശക്തൻ മാർക്കറ്റിലും ഒറ്റപ്പാലം സ്റ്റാൻഡിലും പോയി നോക്ക് സജി. ഒറ്റപ്പാലം സ്റ്റാൻഡിൽ പോയി നോക്ക്, എത്ര കട റൂമുണ്ട് അവിടെ? കോർപ്പറേഷൻ പടുന്ന ബിൽഡിങ്ങാണ്. 100 ചില്ലറ കട റൂമുകളുണ്ട്. ഈ 100 ചില്ലറ കട റൂമുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ഒന്നുമല്ല. അവിടെ ഏതെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു കടൽ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം. ഒറ്റപ്പാലം സ്റ്റാൻഡിൽ പറ്റുമോ? ഓട്ടുപാറ സ്റ്റാൻഡിൽ പറ്റുമോ? വടക്കേ സ്റ്റാൻഡിൽ പറ്റുമോ? ശക്തനിൽ പറ്റുമോ? പിന്നെ എവിടെ നടക്കുന്നത്? ഇത് വളരെ വൈകിയെടുത്തൊരു തീരുമാനമാണ്. ഇതിപ്പോൾ ഈ വിദ്യാർത്ഥികളുടെയും ബസ്സുകാരുടെയും ഒരു പ്രകാരം നമ്മൾ അവരെ അടുത്ത് സഹകരിച്ചിട്ട് ഒരു 3 മീറ്റർ അകലം വിട്ടിട്ട് ഒന്ന് സഹായിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് അവരെ വണ്ടി നിർത്തണമെന്ന് നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല. നമ്മൾ ശക്തമായ അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടുമില്ല. നല്ല സൗഹൃദ ബന്ധങ്ങൾ അതൊന്ന് സഹകരിച്ചുകൂടെ ഇപ്പോൾ അവർക്ക്? അതല്ല അതിൻ്റെ ശരി. ഞാനാണെച്ചാലും നിങ്ങളാണെച്ചാലും മുടി വെട്ടാൻ വരുന്നുണ്ട്, പേന മേടിക്കാൻ വരുന്നുണ്ട്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പരസ്പരം സഹകരിച്ചിട്ടല്ലേ. ചേലക്കര ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്. ചേലക്കര സംബന്ധിച്ചിടത്തോളം പാർക്കിങ്ങിന് സൗകര്യമില്ല, അതിന് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമ്മൾ അംഗീകരിക്കണം. പേ പാർക്കിങ് എങ്ങനെ പഞ്ചായത്ത് ഒഴിവാക്കുക? പഞ്ചായത്ത് 1,52,000 രൂപ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതാരെ കൊടുക്കുക? അല്ല, ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ബസ്സുകൾക്ക് പോകാനുള്ള വഴികൾ നമുക്ക് തന്നേ പറ്റൂ. പേ പാർക്കിങ്ങിനെ കുറിച്ചിട്ട് ഞാനതിൽ കൃത്യമായിട്ട് അഭിപ്രായം പറയില്ല. അത് പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് ഭരണസമിതിയോ. ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ പരിധിയിൽ കൂടുതൽ സമയം വേണ്ട. സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു നിശ്ചിത സമയം ഒഴിച്ച് അവരവിടെ പാർക്ക് ചെയ്യണ്ട. പ്രശ്നം കഴിഞ്ഞില്ലേ? അത് പറ്റില്ല. അപ്പൊ ഇവര് വൈകുന്നേരം വരെ വണ്ടി നിർത്തും. ഇവരുടെ പ്രശ്നം ഇപ്പൊ കാശ് കൊടുക്കാൻ പറ്റില്ല എന്നാണല്ലോ പ്രശ്നം. ഇവരുടെ വിഷയം കാശ് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വണ്ടി വൈകുന്നേരം വരെ നിർത്തും. അല്ല, ബസ്സുകാരെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വാഹനങ്ങൾ അവിടെ നിർത്താൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തുകൂടെ സർവീസ് നടത്തും. ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനെയാണ് നിലപാട്, അല്ലാണ്ട് വേറൊന്നുമില്ല. അല്ലാണ്ട് ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് വരുത്തേണ്ട കാര്യമില്ല. അതായത് സ്വകാര്യ വാഹനങ്ങളെ പരിധിയിൽ കൂടുതൽ സമയത്ത് അവിടെ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തുകൂടെ സർവീസ് നടത്തും. പേ പാർക്കിങ് നിർത്തുന്ന സ്വകാര്യ വാഹനങ്ങളാ ഒരു പരിധി കൂടുതൽ പറ്റില്ല. അല്ലല്ല, അതായത് ബസ്സുകൾക്ക് പോവാൻ മാർഗതടസ്സം ഉണ്ടാക്കുന്ന പേ പാർക്കിങ് പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞായിട്ടുള്ള വിഷയങ്ങളാണ് ഈ പ്രശ്നം. പൊതുവെ പൊതുവെ ഇതെല്ലാം ഈ വ്യാപാരികളും വ്യവസായികളും അംഗീകരിച്ചാണ്. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് അവർ അംഗീകരിക്കാത്തതിൻ്റെ കുഴപ്പം. മനസ്സിലായോ? അതാണല്ലോ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വിഷയമാണ്. അല്ല, അതിപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത സ്ഥലത്ത് എത്ര പൊതുപരിപാടി നടക്കും? അല്ല, ഞങ്ങൾ എതിരാണ്. ഇതിന് മുന്നേ പല തവണ ഇതിന് മുന്നേയും നമ്മൾ പല തവണ ആവർത്തിച്ചാണ്. മീഡിയയിൽ പറഞ്ഞിട്ടില്ല അത് എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ പല തവണയും ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ പൊതുപരിപാടി ഇത്തരം ജനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതി നമ്മൾ പാടില്ല എന്നുള്ള കാര്യം 100 തവണ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളതാണ്. രേഖാമൂലം കൊടുത്തില്ല എന്നുള്ള കാര്യം തെറ്റാ. CIT ഒച്ച ഉണ്ടാക്കില്ലല്ലോ. ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് രേഖാമൂലം കൊടുത്തില്ല, അത് എൻ്റെ കുഴപ്പമാണ്. അല്ല, ഇനി നടക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടും അതല്ല, പാർക്കിംഗ് അല്ല നമുക്ക് പ്രശ്നം. നമ്മുടെ പ്രശ്നം ബസ്സിന്റെ പാർക്കിംഗ് ആണ്.
പേ പാർക്കിംഗ് അവരവിടെ എന്താ ചെയ്തോട്ടെ, അതിനൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് ബസ് പോകാനുള്ള സമയം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് വേണ്ടത്. ആ പാർക്കിംഗ് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നിട്ടാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് അല്ലേ? ബസ് അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നിട്ടാണ്. ബസ് എവിടെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യും? ബസ് സ്റ്റാൻഡിലാണ് എവിടെ സ്റ്റാൻഡിലാണ് ബസ് എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും? അല്ല, അവിടെ ഒന്ന് നോക്കി നോക്ക്. പാർക്കിങ്ങിന് ആ ട്രാക്ക് വരച്ചിട്ടുണ്ട്. ആ ട്രാക്ക് വരച്ച് 3 മീറ്റർ ബാക്കിൽ ഒരു കാറ് പോകാനുള്ള സ്ഥലമുണ്ട്, 2 സൈഡിലും ഉണ്ട്. ബസിന്റെ ബാക്കിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. 3 മീറ്റർ ഒരു ഓട്ടോറിക്ഷ വരാനും ഒരു കാർ വരാനും വ്യാപാരികളായിട്ട് ആലോചിച്ചാൽ നമ്മൾ ചെയ്ത്. SI അടക്കം പറഞ്ഞു 3 മീറ്റർ നിങ്ങൾ അകലം പാലിച്ചിട്ട് അവിടെ ഇട്ടോ. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷയും ഒരു കാറും ഇപ്പുറത്ത് കൂടെ ഒന്ന് അപ്പുറത്ത് കൂടെ പോവാം. അതല്ലേ നമ്മൾ ചെയ്തേക്കണത്. പാർക്കിംഗ് നടത്തിയോ അല്ല വേറെ എന്തെങ്കിലും പാർക്കിംഗ് ഉണ്ടോ? ടാക്സി അതും ചെയ്തിട്ടുണ്ടല്ലോ, ടാക്സി സ്റ്റാൻഡിലല്ലോ. നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് ബസ്സുകൾ നിർത്താനുള്ള സ്ഥലം പറയണേ. 3 മീറ്റർ വരച്ചിട്ടുള്ളത് 3 മീറ്റർ അകലം പാലിച്ചാണ് വിളിച്ചത്. ഞാൻ ഇപ്പോൾ പറഞ്ഞു രാവിലെ 10:30 5 വണ്ടിയാണ് ഷൊർണൂർ സ്റ്റാൻഡിൽ കിടക്കുന്നത് ട്രാക്കിൽ. അതൊരു ലൈനായിട്ട് അവിടെ ഇട്ടതുകൊണ്ട് തൃശ്ശൂർ വണ്ടിക്ക് പോകാൻ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ 5 വണ്ടി നീളത്തിലിടും. അപ്പോൾ തൃശ്ശൂർ വണ്ടിക്ക് വരുമ്പോൾ ആകെ ബ്ലോക്ക് ആയിരിക്കും അവിടെ. 3 മീറ്റർ അത്രേ പറയുന്നുള്ളൂ. ഏകദേശം 3, 4, 5, 6, 7, 7, 4, 11, 12ഓളം കളകളുണ്ട് ബസ് സ്റ്റാൻഡിൽ താഴത്ത് പടിഞ്ഞാറ് ഭാഗത്ത്. ഈ 12 കടറി 3 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. ഏതെങ്കിലും ഒരു വണ്ടി 1 ഇഞ്ച് ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ അല്ല ഈ പഞ്ചായത്ത് ഇങ്ങനത്തെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുമ്പോൾ നമ്മളായിട്ടൊന്ന് ആലോചിക്കണ്ടേ അല്ലേ? അതല്ലേ ഒരു കൂട്ടായ ഒരു തീരുമാനം. എടാ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് എത്ര മാറ്റിയിടാൻ പറ്റും? അത് പഞ്ചായത്ത് തീരുമാനിക്കണ്ടേ അല്ലേ? ഇതിൻ്റെ ഓർഡർ ടു കോപ്പി അല്ലെങ്കിൽ പ്രൂഫ് കോപ്പി എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും കാണാണ്ടോ? നാളെ എന്നിട്ട് ബസ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തൂക്കിക്കൊല്ലും, ഞങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ എന്തെങ്കിലും പഞ്ചായത്തിൽ അവർ സമരം ചെയ്തോട്ടെ. ബസ്സുകൾ നാളെ കുറച്ചും കൂടി പിന്നിലേക്ക് ഇറക്കിയിടും. ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ മാന്യമായി പരിഗണിച്ചുകൊണ്ടാണ് 3 മീറ്റർ നമ്മൾ മുന്നിലേക്ക് മാറ്റിയിടുന്നത് വരച്ചതും. ഇപ്പോൾ അവർ പറയാണ് നാളെ തൊട്ട് ഞങ്ങൾ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടി ബസ് പിന്നിലേക്ക് ഇറക്കിയിടും. സമരത്തിന് തയ്യാറാണെന്ന് വെച്ചാൽ നമ്മൾ സമരത്തിന്. ഇനിയിപ്പോൾ പഞ്ചായത്ത് പറയാണ് നിങ്ങൾ അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നടപടി എടുക്കുന്നത് പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് പുറത്തു കൂടെ പോക്കണം. അങ്ങനെ എടുക്കാനുള്ള തീരുമാനം. ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്യണം. ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്ത് ഭരണസമിതി അടിച്ചാലും കോർപ്പറേഷൻ അടിച്ചാലും മുനിസിപ്പാലിറ്റി അടിച്ചാലും അവരത് ചെയ്തു തരണം. അല്ലാണ്ട് ബസ് സ്റ്റാൻഡ് ബസ്സിനുള്ളതാണ്, അല്ലാണ്ട് അതിൽ വേറൊരു തർക്കമില്ല. അതിലപ്പുറത്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് പോകേണ്ട വിഷയമില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കണു. ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്യും. അഥവാ ബസ് സ്റ്റാൻഡിൽ ഇത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബസ്സിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞോട്ടെ. എല്ലാവർക്കും പോകാനുള്ള സൗകര്യമുണ്ട്. വ്യാപാരികൾ വ്യാപാര സമുച്ചയം പെടുത്തോട്ടെ പഞ്ചായത്ത്. ഇപ്പൊ ഒന്ന് നോക്കിയോ, ആ ബസ്സിന്റെ ട്രാക്ക് വരച്ചതിന്റെ ബാക്കിൽ നേരെ ബൈക്കുകൾ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വണ്ടി ഒരാൾക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നിട്ട് ഇപ്പൊ പരിശോധിച്ചോ, 3 മീറ്റർ ദൂരം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കാം. 3 മീറ്റർ ദൂരം ഈ വ്യാപാരികളും ബസ് നിൽക്കണമായിട്ടുള്ള സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കാം. ഞാനാ വരപ്പിച്ചത് 100% ഉറപ്പ്. നിങ്ങൾ വന്നളന്നോ കണ്ടോ? ട്രാക്ക് വരച്ച് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അടക്കം പോലീസിൻ്റെ അടക്കം പറഞ്ഞല്ലോ. അവർ പറഞ്ഞല്ലോ 2-3 മീറ്റർ ഒഴിവാക്കടാ, വണ്ടികൾ അവിടെ നിർത്തിക്കോട്ടെ. ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം. അത് നമ്മൾ എഗ്രിമെൻ്റ് എഴുതി വയ്ക്കേണ്ട ഒരു സാധ്യതയില്ല, സാഹചര്യം ഇല്ല. അതായത് ഇത് നമ്മൾ സാമൂഹികമായിട്ടും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ലാണ്ട് 3 മീറ്റർ അളന്നിട്ട് ഞങ്ങൾ ബസ്സുകൾ നിർത്തുന്നു പറഞ്ഞിട്ട് വാടക എഗ്രിമെൻ്റ് ഒന്ന് എഴുതാൻ പറ്റുമോ സജേട്ടാ? അത് പറ്റുമോ? പോലീസിൻ്റെ നല്ല സഹകരണ നിലപാടാണ് നിലവിൽ. പഞ്ചായത്ത് ഭരണസമിതി എന്താണ് ഈ തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. താൻ ശുദ്ധ തമ്മാടിത്തരായി. അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ആലോചിച്ച് ചെയ്യാറുന്നു എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം. ബസ് സ്റ്റാൻഡ് എന്തായാലും ബസ് നിർത്തും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനിയിപ്പോൾ കടക്കാർ വൈകുന്നേരം വരെ അവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ബസ് സർവീസ് പുറത്തു കൂടെ നടത്താൻ തീരുമാനം.